നിങ്ങൾ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ ഈ വരവ് നിങ്ങളുടെ അനിയത്തിയുടെ വിവാഹത്തിന് ഒരു തടസ്സവും ആവില്ല. ആരെയും ഞങ്ങളായിട്ട് വിഷമിപ്പിക്കുകയില്ല. അകത്തേക്ക് വരണം സാർ. അർച്ചന, ഇന്ന് രാവിലെ മുതൽ ഇവിടുന്ന് ഓഫീസിലേക്ക് ഇറങ്ങിപ്പോയ സച്ചിദാനന്ദനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്ത് പറയാമോ? രാവിലെ ഓഫീസിൽ പോകാൻ ഒരുങ്ങുന്ന സച്ചേട്ടനോട് ഇന്ന് പോണ്ടെന്നും വിവാഹമായതുകൊണ്ട് ലീവ് എടുക്കാനും ഞാൻ പറഞ്ഞായിരുന്നു. അത്യാവശ്യമായിട്ട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് സച്ചേട്ടൻ പോകാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ സാറിങ്ങോട്ട് മണ്ഡപത്തിലേക്കാണോ? അല്ല, ഓഫീസിലേക്ക്. അച്ഛന് നന്ദേണ്ണൊക്കെ പറഞ്ഞിട്ടും പോകുന്നത് ശരിയല്ല സച്ചേട്ടാ. അവിടെ പറഞ്ഞതൊക്കെ ഒരു അലങ്കാരത്തിന് പറഞ്ഞതേ ഉള്ളൂ. താൻ ധൈര്യമായിട്ടിരിക്കും, ഞാൻ നേരത്തെ വരാം. നാളെയാ ആതിരയുടെ സർജറി പറഞ്ഞിരിക്കുന്നത്. അവളുടെ സർജറി നടക്കുന്ന സമയത്ത് അവൻ ഇവിടെ ഒന്ന് നിൽക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ശരി തന്നെയാ. നാളെ വന്നില്ലെങ്കിൽ വേണ്ട, ഇന്ന് എപ്പോഴെങ്കിലും ഇവിടം വരെ ഒന്ന് വന്ന് സ്നേഹയെ കണ്ടിട്ട് പോകാനൊന്ന് പറ. ആ അർച്ചന, ഞാൻ സന്ധ്യവിൻ്റെ അടുത്ത് എത്താറായി. ആ ശരി. പിന്നീട് ഞാൻ വിളിച്ചപ്പോ ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. കോള് കട്ടായപ്പോ ഞാൻ തിരികെ വിളിച്ചു, അപ്പോഴും എടുത്തില്ല. സച്ചിദാനന്ദൻ വരാൻ ലേറ്റായപ്പോ അർച്ചനയ്ക്കെന്താ അങ്ങനൊരു സംശയം വരാൻ കാരണം? മുമ്പും ലേറ്റായി വരാറുള്ളതല്ലേ? ലേറ്റായ വിളിച്ചു പറയും. ഇന്നെന്തായാലും നേരത്തെ എത്തുമെന്നും സ്നേഹയ്ക്ക് വിഷമം ഉണ്ടാക്കണ്ട എന്നും എന്നോട് പറഞ്ഞിരുന്നു. എന്നോട് പറയാതെ സച്ചേട്ടൻ ഒരിടത്തേക്കും പോയില്ല സർ, എനിക്ക് ഉറപ്പാത്. ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. സച്ചിദാനന്ദന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായി അർച്ചനയ്ക്ക് അറിയൂ? ഞങ്ങളുടെ അറിവിൽ അങ്ങനൊന്നുമില്ല സാർ. ഇൻസ്പെക്ടർ സർ. സച്ചിദാനന്ദന്റെ ടവർ ലൊക്കേഷൻ ഇപ്പൊ തന്നെ എടുക്കണം. സർ. ഏത് ഭാഗത്തു കൂടിയാണ് പോയതെന്നും അവസാനത്തെ ടവർ ലൊക്കേഷൻ എവിടെയാണ് കാണിക്കുന്നതെന്നും വേഗം നോക്കാൻ പറയാം. ശരി സർ. അപ്പോ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട് പോയ സച്ചിദാനന്ദൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നാ സർ എനിക്ക് തോന്നുന്നത്. അവനിങ്ങ് വരും, മറ്റെന്തോ തിരക്കിലായി പോയതാ. സാറിന്റെ തോന്നൽ സത്യമാണെന്നില്ല സർ. സർ, നാളെ ഇവളുടെ വിവാഹമാ. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി ധനുഷിന്റെ കുടുംബക്കാരറിഞ്ഞാ പിന്നെ ചിലപ്പോൾ ഇത് നടന്നില്ല എന്ന് വരും. അതുകൊണ്ട് ദയവേത് ഇതിത്രയും ഇഷ്യൂ ആക്കരുത്. വിവാഹം മുടക്കലല്ല കേരള പോലീസിന്റെ ജോലി. ഒരാളെ ഒരു വീട്ടിൽ നിന്ന് കാണാതാകുമ്പോൾ ഞങ്ങൾക്ക് അന്വേഷണം നടത്തേണ്ടി വരും. സച്ചിദാനന്ദനെ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിലേ നടക്കൂ. സർ, സച്ചിദാനന്ദന്റെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ബീച്ച് ലൈറ്റ് ഹൗസിനടുത്താ. ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ 4 കിലോമീറ്റർ ചുറ്റളവിൽ സച്ചിദാനന്ദൻ പോയതിന്റെ ടവർ ലൊക്കേഷനും കിട്ടിയിട്ടുണ്ട്.
അനിയനെ വിളിച്ചുകൊണ്ടുവരാൻ ഹോസ്പിറ്റലിലേക്ക് പോയ സച്ചിദാനന്ദൻ ഇവിടുന്ന് 4 കിലോമീറ്ററിനപ്പുറത്ത് വെച്ച് തീരുമാനം മാറ്റി ബീച്ചിന്റെ അടുത്തേക്ക് പോയത് എന്തിനാവും? ഹലോ, ആണോ? ശരി ശരി, ബാക്കി കൂടി നോക്കിയിട്ട് തിരികെ വിളിക്കും. സർ, ഹൈവേ റോഡ് ബ്രിഡ്ജ് കഴിഞ്ഞുള്ള ജംഗ്ഷനിൽ വരെ സച്ചിദാനന്ദന്റെ കാറ് നമ്മുടെ ക്യാമറയിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള ഒരു ക്യാമറയിലും കാറ് കാണുന്നില്ല സർ. എനിക്ക് തോന്നുന്നത് പിന്നീട് ക്യാമറ ഉള്ള സ്ഥലങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി കാറ് സഞ്ചരിച്ചു എന്നുള്ളതാ. ഒരു കാര്യം കൂടെ ഉണ്ട് സർ. ജംഗ്ഷനിൽ വന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇടതുവശത്ത് നിർത്തിയിരുന്ന കാർ സിഗ്നൽ വീണപ്പോൾ വലത്തോട്ടാണ് ടേൺ ചെയ്ത് പോയത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. സച്ചിദാനന്ദൻ അല്ലാതെ മറ്റാരോ കാറിലുണ്ടായിരുന്നു. പക്ഷേ മുഖം വ്യക്തമായി ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാർ, അവൻ ഫ്രണ്ട്സിനൊപ്പം വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും. അവൻ ഈ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു. ഇവിടെ ഈ വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾക്ക് കാരണം മനഃപൂർവ്വം അവൻ വരാതിരിക്കുന്നതായിരിക്കും. അതാ ഞാൻ പറഞ്ഞത് സച്ചി ഇങ്ങ് തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഫ്രണ്ട്സിനോടൊപ്പം പോയതാണെങ്കിൽ മിനിമം അർച്ചനയോടെങ്കിലും പറയണമായിരുന്നു. ഇനി അഥവാ ഫോൺ ഓഫായി പോയതാണെങ്കിൽ കൂടെയുള്ള ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് കോൾ ചെയ്യാമായിരുന്നല്ലോ. അർച്ചന പറഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. അനിയത്തിയുടെ വിവാഹം ആയതുകൊണ്ട് നേരത്തെ വരുമെന്ന് അർച്ചനയ്ക്ക് വാക്ക് കൊടുത്തിട്ട് പോയ സാഹചര്യത്തിൽ ഒരു കാര്യം ഉറപ്പ്, സച്ചിദാനന്ദനെ ആരോ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അനിയത്തിയുടെ വിവാഹമാണെന്നറിഞ്ഞ് ഇന്ന് ബലമായി പിടിച്ചു വച്ചാൽ ചോദിക്കുന്ന പണം കിട്ടുമെന്നറിയാവുന്ന ഏതോ ഒരു ഗ്യാങ്. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനോടകം പണത്തിന് വേണ്ടിയുള്ളൊരു കോള് വന്നേനെ. അപ്പോ അതല്ല, മറ്റെന്തോ ആണ്. സർ, എൻ്റെ മോനെ എത്രയും വേഗം കണ്ടുപിടിച്ച് തരണം. നാളെ എൻ്റെ മകളുടെ വിവാഹം. ഇപ്പോഴും അവനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയിന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ തിരിച്ചു വരും തന്നെയാ ഞാൻ കരുതുന്നത്. അത് എത്രയും വേഗമായാൽ അത്രയും നല്ലത്. ഇനി സാറ് പറഞ്ഞ പോലെ പണത്തിന് വേണ്ടിയാണെങ്കിൽ എത്രയാന്ന് വെച്ചാൽ അതും കൊടുക്കാം. എൻ്റെ മോനെ രക്ഷിക്കണം. സാർ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. നാളെ ഈ സമയത്തിനുള്ളിൽ സച്ചിദാനന്ദനെ കണ്ടെത്താൻ സാധിക്കും. ഇത്രയും ക്യാമറകളുടെ കണ്ണ് വെട്ടിച്ചൊന്നും ഈ സിറ്റിയിൽ നിന്നും അധിക ദൂരം പോകാൻ സാധ്യതയില്ല. സാറ് അർച്ചനയൊക്കെ ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങളെന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. ഞങ്ങൾ ഇറങ്ങട്ടെ സർ. സച്ചിദാനന്ദനെ ഉടനെ ഞങ്ങൾ കണ്ടുപിടിക്കും.
നിങ്ങൾ ആരായാലും ശരി എന്നെ ഒന്ന് അഴിച്ചുവിട്. അഴിച്ചുവിട്. നിന്റെ നിലവിളി കേട്ട് കരുണ തോന്നി വന്നതല്ല ഞങ്ങൾ ഇവിടെ ഇത്രയും പേരുണ്ടെന്നും ഇതിനിടയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ലെന്നും മാത്രമല്ല നീ ഇതിനകത്ത് കിടന്ന എത്ര നിലവിളിച്ചാലും കാര്യമില്ലെന്നും നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നേ ഉള്ളൂ. അതെ, ആരാ നിങ്ങളൊക്കെ? എന്തിനാ എന്നെ കൊണ്ടുവന്നേ? ഞങ്ങളുടെയൊക്കെ പേരും മേൽവിലാസവും പിന്നീട് നിന്നെ അറിയിക്കാം. ഇപ്പോ തൽക്കാലം നീ ഇവിടെ മിണ്ടാതെ കടന്നു. സമയാവുമ്പോ നിന്നെ തുറന്നു വിടും. ഒരാളെ കെട്ടിയിട്ടാണോ നിന്റെ ആനന്ദം കാണിക്കുന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അഴിച്ചു വിടറാ. എടുക്കണ ചുറ്റടാ അങ്ങോട്ടോ. ഇനി നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കിയ നീ ഇവിടുന്ന് പോകുന്നത് ജീവനോടായിരിക്കില്ല. കേട്ടടാ, വാടാ. രണ്ട് ദിവസത്തെ ലീവാ ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ വന്ന കാര്യം തീർന്നില്ലെങ്കിൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യും. എന്തായാലും ഞാൻ നാളെ വിളിച്ച് കൺഫേം പറയാം ഡോക്ടറോട്. ഞാൻ ഡോക്ടറെ നാളെ വിളിക്കാം. ശരി ഡോക്ടർ, ഗുഡ് നൈറ്റ്. ആരാ? എന്തൊക്കെയാ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്? ആതിര ഹോസ്പിറ്റലിലായി, സന്ദീപ് അവിടെയായി, അനൂപേട്ടന് അപകടം പറ്റി, മീരടുത്ത് അനൂപേട്ടനോടൊപ്പം അവിടെയായി, സന്ധ്യ ഡോക്ടർ ബാംഗ്ലൂരിൽ പോയി. ചുരുക്കി പറഞ്ഞ എന്നെ സഹായിക്കാനുള്ളവരെല്ലാം പല സ്ഥലങ്ങളിലായി അവരവരുടെ കാര്യത്തിൽ നിൽക്കുക. ഹലോ ഡോക്ടർ. ഹലോ അർച്ചന, ഞാൻ അപകടത്തില. ഹലോ ഹലോ ഡോക്ടർ. കാറാരാ ആദ്യം കണ്ടത്? നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ ഹൈവേ പോലീസുകാരാ സ്റ്റേഷൻ വിളിച്ച് വിവരം പറഞ്ഞത്. ACP സാറിനെ വിളിച്ചു പറഞ്ഞു? പറഞ്ഞു മാഡം, സാറെന്തോ ബിസിയാണെന്ന് പറഞ്ഞു. കാറ് ലോക്കാണോ? നിങ്ങൾ പരിശോധിച്ചോ? ലോക്കല്ല മാഡം, ലോക്ക് ആവാതിരിക്കാനാണോ തോന്നുന്നു. വലത് സൈഡിലെ ഗ്ലാസ് തുറന്നിട്ടിട്ടുണ്ട്.
ഏട്ടത്തെ ഇങ്ങനെ വിഷമിക്കല്ലേ. സച്ചേട്ടനെ ഉടനെ കണ്ടുപിടിച്ച് തരുമെന്നല്ലേ ACP സാറും CA മാഡം ഒക്കെ പറഞ്ഞത്. ദേ അവർക്ക് നല്ല വിശ്വാസമുണ്ട് സച്ചേട്ടനായിട്ട് തന്നെ ഇങ്ങ് തിരിച്ചു വരുമെന്ന്. ഏട്ടത്തെ വിഷമിക്കുന്നതും കരയുന്നതും കാണുമ്പോൾ ഏട്ടത്തേക്ക് മാത്രം ഈ കാര്യത്തിൽ വിശ്വാസം ഇല്ലാത്ത പോലെയാണ്. സച്ചേട്ടൻ ഇങ്ങനെ ലേറ്റായിട്ട് വരുന്നതും വിളിക്കാതെ എവിടെയെങ്കിലും പോകുന്നതും ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഇത് ആദ്യമായിട്ടല്ലെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നത് സാധാരണ ലേറ്റായിട്ട് വരുന്നത് പോലെ അല്ല. എൻ്റെ സച്ചേട്ടന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. സച്ചേട്ടൻ ഏതോ കുരുക്കിലകപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈശ്വര, ഒന്ന് വിളിക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. അർച്ചന, നീ ഇപ്പം ഏതവസ്ഥയിലാണെന്ന് എനിക്കറിയാം. കാര്യം നമ്മളെപ്പോഴും വഴക്കും ദേഷ്യവും വാശിയൊക്കെ ആണെങ്കിലും സച്ചി എന്ന് പറയുന്നത് എൻ്റെ മോനാ. പ്രസവിക്കാതെ തന്നെ ഞാൻ വളർത്തിയ എൻ്റെ സ്വന്തം മോൻ. അവനെ കാണാനില്ല എന്ന് പറയുമ്പോൾ നിന്നെ പോലെ തന്നെ എന്റെയും നെഞ്ചു പൊട്ടുന്നുണ്ട്. ആ, അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് അവൻ്റെ കൂടെ. അത് മാത്രം മതി അവൻ എവിടെയാണെങ്കിലും രക്ഷപ്പെട്ട് വരാനായിട്ട്. ഞാനും അത് തന്നെയാ പറയുന്നത് അർച്ചന മാഡം. സച്ചി സാർ ഇന്നോ നാളെയോ വരും. ACP സാർ മിടുക്കനാ. അവർ സാറിനെ കണ്ടുപിടിക്കും. പിന്നെ ഞാനിപ്പോ അവന്തിക മാഡത്തിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാ. ഈ സാഹചര്യത്തിൽ എൻ്റെ സ്നേഹയുടെയും വിവാഹം നീട്ടിവെക്കണമെന്ന് ഞാൻ നന്ദൻ സാറിനോട് പറഞ്ഞു. പക്ഷെ സാറ് കേൾക്കുന്നില്ല. സച്ചി സാർ തിരികെ വരുമെന്നും അത് ഉറപ്പായതുകൊണ്ട് വിവാഹം മാറ്റേണ്ട കാര്യമില്ലെന്നൊക്കെയാ നന്ദൻ സാർ പറയുന്നത്. ഇതിലിപ്പോ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല മാഡം. സച്ചി സാറ് കൂടി എൻ്റെ വിവാഹത്തിന് വേണമെന്ന് എനിക്കും എന്നെപ്പോലെ തന്നെ സ്നേഹിക്കും ആഗ്രഹമുണ്ട്. സാറ് വരുന്നതുവരെ കാത്തിരിക്കാൻ ഇവിടെ മറ്റാരും തയ്യാറാവുന്നില്ല. സാറ് വിവാഹത്തിന് തൊട്ടു മുൻപെങ്കിലും തിരിച്ചു വരുന്നുള്ള വിശ്വാസത്തിലാ എല്ലാവരോടൊപ്പം ഞങ്ങളും. അവന്തിക മാഡം പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സച്ചി സാറിന്റെ ഒപ്പം തന്നെ ഉണ്ട്. ഹലോ മാഡം. അർച്ചന, സച്ചിയുടെ കാറ് കിട്ടിയിട്ടുണ്ട്. ബീച്ച് റോഡിലെ ഹൈവേയിലാ കാറുള്ളത്. സച്ചേട്ടൻ? സച്ചിദാനന്ദൻ കാറിലോ പരിസരത്തോ ഇല്ല. ഫോൺ കാറിൽ തന്നെയുണ്ട്. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം മാഡം. ഏട്ടത്തി, ബീച്ചിനടുത്തുള്ള പോക്കറ്റ് റോഡിൽ സച്ചിയുടെ കാറ് കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് CI രാജമല്ലിക ഇപ്പം അർച്ചനെ വിളിച്ചു പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി. ഇപ്പൊ ഓടും ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട്. നമുക്കും അതുവരെ പോകാം. അല്ലെങ്കിൽ അവർക്കെന്ത് തോന്നും? അവർക്കെന്ത് തോന്നിയാലും ഞാൻ വരുന്നില്ല. ഈ ശോകൻ റിയാക്ഷൻ ഇട്ട് ഇപ്പൊ തന്നെ വയ്യാണ്ടായി. അതിൻ്റെ ഇടയിൽ നീ അവിടെ ചെന്നും കൂടെ റിയാക്ഷൻ ഇടാൻ ഞാനില്ല. അതുകൊണ്ട് നീ പോയിട്ട് വാ. ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞോളാം.